നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയ പുതിയ എപ്പിസോഡുകൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് നമ്മുടെ കുട്ടിക്കുറുമ്പുകളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളും അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരാണ് ഈ ഇരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി, MJ അങ്കിൾ ആൻഡ് മധു അങ്കിൾ. വെൽക്കം ആര്യ ചേച്ചി. നമ്മുടെ റൗണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു പെർഫോമൻസ് റൗണ്ട് വന്നിരിക്കുന്നു. സാരംഗ് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. പച്ച മുണ്ടുടുത്ത ഒരു പച്ചയായ മനുഷ്യൻ. കൊള്ളാലോ സാരംഗ്, നല്ല ലുക്ക്. ഏത് പാട്ടാന്ന് പാടാൻ പോണേ ഈ വേഷത്തിൽ വന്നിട്ട്? നേരിനഴക് നേർവഴി അഴക്. അതെങ്ങനെയാ? നേരിനഴക് നേർവഴി അഴക്. യെസ്, അത് കൂട് വിട്ട് കൂട് മാറി നാട് വിട്ട് പോകാം, അതല്ലേ അതെ അതെ. പാട്ട്? ഓക്കെ, അപ്പൊ പാടാം ബാക്കി നമുക്ക്. ഡീറ്റെയിൽസ്. മൂവി തൊമ്മനും മക്കളും, ഇയർ 2005, മ്യൂസിക് ഇങ്ങനെ സംസാരിക്കുന്ന ആളുടെയോ? എന്താണ് മ്യൂസിക് അലക്സ് പോൾ സാർ, ഇങ്ങനെ സംസാരിക്കുന്ന ആളുടെ ബ്രദർ ആണത്. ലിറിസിസ്റ്റ് കൈതപ്രം സാർ, സിംഗേഴ്സ് പി ജയചന്ദ്രൻ സാർ, മനോ സാർ, ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി. യെസ്, വെരി ഗുഡ്. താങ്ക് യു ഈ സാർ. സിനിമയില് മധുവങ്കളും അഫ്സലൊക്കെ അഫ്സലങ്കളിനെ അറിയില്ലേ? ഞങ്ങൾ ചേർന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതിന്റെ തമിഴില് മധുവങ്കൾ പാടിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് മജ എന്നാ. മജ തമിഴ്. തമിഴ് എങ്ങനെയായിരുന്നു? ഒരേ ഡയറക്ടർ തന്നെ, ഷാഫി ഖാനിയായിരുന്നു അതിന്റെ ഡയറക്ടർ. സൊല്ലിത്തരവാ സൊല്ലിത്തരവാ മെല്ലെ മെല്ലെ വാ 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 അഴകേ. മ്യൂസിക് കമ്പോസർ വിദ്യ. ഓക്കെ. ഞാനും സാധന സർഗം സാധനാജിയും കൂടി ചേർന്ന് പാടിയ പാട്ട് തമിഴില്. തമിഴ്. സാരംഗനാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ജെന്റിൽമാൻ. എപ്പോഴും ഭയങ്കര സൗമ്യനാണ്. കൃത്യമായിട്ട് ശാന്തനായിട്ട് മാത്രമേ വരാറുള്ളൂ. അത് അങ്കിളിന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഈ പാട്ട് അടിച്ചു പൊളിക്കട്ടെ. ഓ താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൂട് വിട്ട് കൂട് മാറി നാട് വിട്ട് പോകാം, നാട് വിട്ട് നാട് മാറി കൂട് തേടി പോകാം. നല്ലവർക്ക് സ്വന്തമായ നാട്ടിലുള്ള വീട്ടിൽ കൂട് വിട്ട് കൂട് മാറിടാം. ശലക 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 ബൂം ബൂം, 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 ശലക ശലക. നേരിനഴക് നേർവഴി അഴക്, നേരുവിളയും നാടിനൊരഴക്. നേരിനഴക് നേർവഴി അഴക്, നേരുവിളയും
വെരി നൈസ് വെരി നൈസ്. താങ്ക് യു സർ. സാരംകുട്ട വെരി ഗുഡ്. താങ്ക് യു. കോറസ് ശ്യാം, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് വിത്ത് അവർ കോറസ്. Yes. അത് ഭയങ്കര ടഫായിരുന്നു ആദ്യത്തെ ഒരു പോർഷൻ പാടാനായിട്ട്. അത് ഭയങ്കര ഗംഭീരമായിരുന്നു. അതെ അല്ല, അത് ചലക്ക് ചലക്ക് ബൂം ബൂം, അതെ ചലക്ക് 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 ബൂം ബൂം. ഭയങ്കര സംഗതിയാണ്. അല്ല അതില് ഹാർമണി വരുമ്പോ Harmony ഉണ്ട്. സ്വിച്ച് ചെയ്തത് ഒരാള് അത് അവർക്ക് കൺഫ്യൂഷൻ വരുന്നു അവിടെ എവിടെ ആ. തുടങ്ങണല്ലേ. ആ. വൺ ശലക്ക ശലക്ക അത് വരുമ്പോ സമത്തില് പാടും ചിലപ്പോ. അതുകൊണ്ടാണ് ആ, ശ്യാം അതെ. സപ്പോർട്ട് ഒന്ന് ചെയ്തത്. കേറി നിന്നു. കിടലേ. ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം. Yes. അണ്ണ, അമേഘെ, നിഹാര, സെബ, ഗുഡ്. ശ്യാം താങ്ക് യു സർ. ഗംഭീരൻ. താങ്ക് യു സർ. താങ്ക് യു സർ. സാരംകുട്ടൻ ഓ കളിക്കടേ. താങ്ക് യു സർ. ഇടയ്ക്ക് മറന്നുപോയാ ഏതോ ലിറിക്സ് ചരണത്തിൽ അല്ലേ? ചരണം, അതെ. ചരണത്തില്. അതെ അതെ ഇതൊരു വലിയ പ്രശ്നമാണ്. ആയിരിക്കാം. ആയിരിക്കാം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും പെയ്യാനും chance ഉണ്ട്. സാധ്യതയുണ്ട്. അതാണോ? വലിയ പ്രശ്നമാണ്. അതെ. സാരംകുട്ടന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വരി മറന്നു പോണേന്ന് തോന്നുന്നു അല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടെ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. യെസ്. അത് കഴിഞ്ഞാൽ സാധ്യതയില്ല എന്നാണ് ജോത്സ്യം പറയുന്നത്. ഇത്ര പ്രാവശ്യം ഏതൊക്കെ വേദിയിൽ എന്തൊക്കെ പാട്ടുകൾ, പാട്ടിന്റെ ട്യൂണേ മറന്നു പോകും, പിന്നല്ലേ ലിറിക്സ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ കാണാതെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അത് കുഴപ്പമില്ല. പിന്നെന്താ വെച്ചാ നീ ഇടയ്ക്കിടയ്ക്ക് മിന്നാമിന്നി പോലെയാ. ചില സ്ഥലത്ത് നല്ല പ്രകാശമാണ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ, പിന്നെയും പ്രകാശം, പിന്നെയും ഇങ്ങനെ. നമ്മളൊരു പെർഫോമൻസിൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെയും പ്രകാശമാണ്. സൂര്യനെ പോലെ ഒന്നല്ല, കുഞ്ഞല്ലേ. അതെ അതെ. അപ്പോൾ മിന്നമിന്നിയാണെങ്കിലും ഇങ്ങനെ ഈ ഒരു ഇരുട്ടിൽ ഇങ്ങനെ നല്ല നല്ല പ്രകാശങ്ങൾ പകരില്ലേ, അതുപോലെ മൊത്തം പാട്ടിലും ആ പ്രകാശം വേണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചൊന്ന് ഫോക്കസ് ഔട്ട് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഉണ്ടോ മോനെ? ശ്രദ്ധ എവിടെയും പോകുന്നുണ്ടോ? ശ്രദ്ധ പാളിയോ? ഇപ്പൊ ക്യാമറ വരുന്നുണ്ട്, ഒരു 360 ഡിഗ്രീസ് ഇങ്ങനെ ക്യാമറ വരുന്നുണ്ടല്ലോ. ആ സമയത്ത് അതിലോട്ട് ശ്രദ്ധ പോകുന്നുണ്ടോ? ഇല്ല. ആ, കുറച്ച് ശ്രദ്ധ അതിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പാട്ട് വിടുക എന്നുള്ളതല്ല, ഈ 360 ഡിഗ്രീസ് ഇങ്ങനെ ക്യാമറ കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ കറങ്ങുകയല്ല വേണ്ടത്, നമ്മൾ ഒരു ചെറിയൊരു ലുക്ക് നമുക്ക് കൊടുക്കാം. ഒരു കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ഓഡിയൻസ് ആണല്ലോ ഈ ക്യാമറയിലൂടെ നമ്മൾ പോകുന്ന ഓഡിയൻസിലേക്ക് മുഖങ്ങളാണ്. ആണ്. അപ്പൊ തൊട്ടടുത്ത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ വന്നിരിക്കുന്ന പോലെയാണ് ഈ ക്യാമറ. അപ്പൊ ക്യാമറ വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറിയൊരു ലുക്ക് അതിലോട്ട് കൊടുക്കുക. അപ്പൊ അത് പെർഫോമൻസിൽ നന്നായിരിക്കും. അപ്പം മോൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചൊരു ആ രീതിയിലുള്ള ഒരു പേടി പോലെ തോന്നിയിട്ടുണ്ട്. അത് ഒഴിവാക്കണം. ഈ പ്ലാറ്റ്ഫോം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കണം. അത് ധൈര്യപൂർവ്വം ഉപയോഗിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. അതിനുള്ള നേരിൻ അഴക്, അതായത് സംഗീതത്തിന്റെ നേരിന്റെ അഴക് നിനക്കുണ്ട്. ആ നേർവഴി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നീ എത്തേണ്ട ഇടങ്ങളിൽ തീർച്ചയായിട്ടും എത്തും. എങ്ങനെ പോകുന്നു പാട്ടുപിടുത്തം? പാട്ടുപടുത്തവും നാട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ആദ്യം തന്നെ കയറിയപ്പോ അച്ഛമ്മ കരയാണ് ചെയ്തത്. സന്തോഷം കൊണ്ട് അതെ അതെ. അല്ലേ? പരിപാടി കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുന്നതല്ലേ? അതെ അതെ. അപ്പൊ ഈ ടിവിയിൽ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ട് അമ്മൂമ്മ കണ്ടപ്പോഴത്തേക്കും കണ്ണീന്ന് വെള്ളം, സന്തോഷത്തിന്റെ കണ്ണുനീര് അതെ അല്ലേ? അതെ. പിന്നെ ടിവിയിൽ വെക്കുമ്പോഴും കരയാറുണ്ട്. ആണല്ലേ? അതെ. അപ്പൊ അത്രയ്ക്ക് സ്നേഹമാണ് സാരംകുട്ടനോട്. അതെ. അച്ഛമ്മ ഒരു ദിവസം കൂടി കൊണ്ടുവരണം കേട്ടോ. ഓ കൊണ്ടുവരാം. ഇന്നത്തെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് പാടിയത്. ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റക്കുറച്ചിലുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ശബ്ദത്തിൽ, വോളിയത്തിന്റെ കാര്യത്തിൽ കുറച്ച് പവർ. ഏത് തരത്തിലുള്ള പാട്ടും പാടാൻ മിടുക്കനാണെന്നുള്ള കാര്യം തെളിയിച്ചു കേട്ടോ. കൊമ്പന്റെ തുടങ്ങിയില്ലേ ബിഗിനിങ്? കൊമ്പന്റെ തുമ്പിയൊരഴക്. അപ്പൊ ആ ബീജ് കഴിഞ്ഞിട്ട് വരെ തുടങ്ങുമ്പോൾ അത് കറക്റ്റ് ശ്രുതിയിലായിരിക്കണം. ഈ അഴക് അഴക് എന്ന് പാടുന്ന ഭാഗത്ത് അഴകി ഘീ എന്ന് കേൾക്കുന്നുണ്ട്, അതൊന്ന് മാറ്റണം. കൊമ്പന്റെ തുമ്പിയൊരഴക്, അഴക് അഴക് എന്ന് കേൾക്കണം. അഴക് എന്ന് പറയുന്നത് അഴക് അഴക്. കൊമ്പന്റെ തുമ്പിയൊരഴക്. കൊമ്പന്റെ തുമ്പിയൊരഴക്. യെസ്, നെക്സ്റ്റ് ലൈൻ. ആ തുമ്പിക്ക് കൊമ്പഴക്. കറക്റ്റ്. രാവുക്ക് നക്ഷത്രമഴക്. അഴക് അഴക്. കറക്റ്റ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഗായകനാണ് സാരംഗ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ബാംഗ്ലൂർ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ സാരംഗിനെ പറ്റി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് നമ്പ്യാർ ബിൽഡേഴ്സിലെ രമേഷ് ഏട്ടനാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ആ പയ്യൻ, മിടുക്കനല്ലേ എന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു വളരെ മിടുക്കനാണ്, ഉഗ്രനായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ആ ഞാൻ പാടിയ പാട്ട് സാരംഗ് പാടിയത് എനിക്ക് അയച്ചു തന്നത്. അമ്മേ ദേവി മൂകാംബികേ, ആ പാട്ട്. അപ്പൊ എന്തായാലും കൊള്ളാം സാരംഗേ. ഓക്കെ, അപ്പൊ വരികൾ മറക്കരുത് കേട്ടോ. ഇനി മുതൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
സാരംഗക്കുട്ടന്റെ പാട്ടഴക്. ഈ പേടി മാറാത്ത ഒരാളാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തില്. ആ അതെ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിപ്പോ വീട് പോലെയല്ലേ നമ്മുടെ, ഇതൊരു വീടല്ലേ. അപ്പൊ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളോടെല്ലാം കൂട്ടാണ്, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോൾ പേടിയുണ്ടോ? അതെ. അങ്ങനെയാ, സ്റ്റേജ് അതാണ്. ഫിയർ ഉണ്ട് ഇച്ചിരി. സ്റ്റേജ് ഫിയർ ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് മെല്ലെ 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 മാറ്റിയെടുക്കാം. താങ്ക് യു. പാട്ടൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പൊട്ടൻഷ്യൽ ഉള്ള സിംഗറാണ്. നമുക്ക് ഫൈനൽ വരെ പോവാൻ പറ്റുന്ന ഒരാളാണ് സാരംഗ്. ദീർഘദൂരം സഞ്ചരിക്കാൻ Yes, പറ്റും. അതിനൊരു സംശയമില്ല. ഉറപ്പായിട്ടും അങ്ങനെ പോകാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ പേടിയില്ലാതെ നമുക്ക് പെർഫോം ചെയ്താൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് വേണം. യെസ്. അപ്പൊ സാരംകുട്ട, ഓ നമുക്ക് മാർക്ക് വേണ്ടേ? ഓ വേണം. യെസ്. മാർക്ക് തരുന്നതിന് മുമ്പേ ആ ശലക ബൂം ബൂം ഇല്ലേ, അത് സ്വരപ്പെടുത്താൻ പറ്റുമോ? അത് ഏത് സ്വരമാണെന്ന് പറയാൻ പറ്റുമോ? ശലക 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 ബൂം ബൂം. ശലക 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 ബൂം ബൂം. ഏറ്റവും സിമ്പിൾ ആണ്. സ സ സ ആ. സ സ സരിക. സ സ ടി ക. ആ, ആ, correct. അതെ. പിന്നെ സ സ സ സ സ സ സ സ സ ദ ദപ. ദ പ. ആ അതാ. യെസ്. അങ്ങനെയാണ് നമ്മൾ പഴയ പതുക്കെ പതുക്കെ അതിനെ സ്വരപ്പെടുത്താനായിട്ട് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു തോട്ടം കൂടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഓരോ പാട്ടുകളുടെയും എങ്ങനെയാണ് ഈ സ്വരങ്ങൾ മൂവ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടാം, ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ പറഞ്ഞു. ഓക്കെ. യെസ്. എത്ര മാർക്ക് വേണം? 95 മുകളിൽ. 95 മുകളിൽ. അതാണ് അവന്റെ കണക്ക്. ശരി. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സൗമ്യനാണ്. പാവമാണ്, സൗമ്യനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 98 out of 100 for സാരംഗ്. ദൂരെ ദൂരെയാ നാട്ടഴകിൽ കാത്തു നിൽക്കുന്നു മണ്ണഴകിൽ പൊന്നു വിളയും അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ടാറ്റാ. നേരിനഴകിൽ നേർവഴിയഴകിൽ. ആര്യ ചേച്ചി, ഓ, ഇനി കണ്ണൂരിൽ നിന്ന് ഒരാൾ വരാൻ പോവാണ് ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. പോരട്ടെ. ക്യാപ്റ്റന് സന്തോഷായില്ലേ? ക്യാപ്റ്റൻ ആര് വന്നാലും സന്തോഷാണ്. നല്ല എന്നാലും നല്ല കണ്ണൂരിൽ നിന്ന് പാട്ടുകൾ. വരുമ്പോ ഒരു സ്പെഷ്യൽ സന്തോഷം. ആ, കിടക്കട്ടെ. അങ്ങനെ ഇല്ലേ? അപ്പൊ ഞാനുണ്ടെന്നോട്ടോ വിചാരിച്ചേ. അല്ല, എനിക്കിപ്പോ പാട്ട് കേട്ട് കേട്ട് എല്ലാ കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ സ്പെഷ്യൽ സന്തോഷം അങ്ങ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു. ഒരുപോലെ സന്തോഷം. അതെ. ഓക്കെ, അപ്പൊ വിളിക്കൂ. നമ്മുടെ കണ്ണൂരുകാരി കുട്ടിയാണ് വരാൻ പോകുന്നത്, നന്ദനക്കുട്ടി. ലെറ്റ്സ് വെൽക്കം നന്ദന ഓൺ സ്റ്റേജ്. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. ഓ, black and white. ഭജേ നന്ദനന്ദനം. ഭജേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ നായിക കേട്ടോ. മധു അങ്കിളെ, നിങ്ങൾ ഹായ്. പേരാണോ? നല്ല രസം. ശരിയാണല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ 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 നല്ല അതെ. രസമുണ്ട്. പഴയ പാട്ടാണെന്ന് തോന്നുന്നു. വളരെ വളരെ പഴയ പാട്ടാണ്. അത്ര പഴയ ഐ പാട്ടാണ്. തിങ്ക് 60s Yeah. ആണോ? Yes. അപ്പൊ ഏത് വർഷത്തെ പാട്ടാ? 1969 56 വർഷം മുമ്പുള്ള പാട്ടാണ്. അതെ. എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് ഒക്കെ ഇതുവരെ പാടിയതൊക്കെ? സ്കൂളിൽ പോയി ആ, അവിടെ എന്ത് എല്ലാരും പറഞ്ഞു? ആ. പാട്ടൊക്കെ കേട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സിയ പറയും. സിയ. അപ്പൊ സിയ Come എന്ന് on, പറഞ്ഞു. come on, turn the radio on. It's Friday night that I don't belong. Gotta do my. എന്ത് പറ്റി? അത് സിയയുടെ പാട്ടാ. ആണോ? ഓ, ശരി. ആ, ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്ന് ആർക്കും പെട്ടെന്ന്. ഞാൻ മനസ്സിലായില്ല. വിചാരിച്ചു പെട്ടെന്ന് ആര്യ ചേച്ചി ഇങ്ങനെ വരാൻ കാരണം. സിയ എന്ത് പറഞ്ഞു? ഇനി കുറച്ച് മാസായില്ലേ കാണാത്തെ. ആ. അപ്പൊ ഇടയ്ക്കിടെ വിളിക്കുകയും ചെയ്യും ഇവിടെ ആവുമ്പോ. ഇടയ്ക്കിടെ വിളിക്കലെല്ലാം ഉണ്ട്. ആ വിളിക്കലുണ്ട്. വിളിക്കലുണ്ട്. ഫ്ലക്സ് ഉണ്ട്. ഫ്ലക്സ് ആ ഫ്ലെക്സ് ആ, അത് പറയണ്ടേ. ഫ്ലെക്സ് ഉണ്ട്. 5 അഞ്ചോ? ഫ്ലക്സ്. ഫ്ലക്സ്. എത്ര പാട്ട് പാടി ഇപ്പൊ? ഞാൻ 3 പാട്ട്. 3 പാട്ട്. മൂന്ന് പാട്ട്. 5 ഫ്ലക്സ്. ഫ്ലക്സ്. ഒയ്യോ. എത്ര പൈസ കൊടുത്തു നാട്ടുകാർക്ക്? ഇല്ല അല്ലേ, അവരെന്നെ ഇഷ്ടം കൊണ്ട് വെച്ചതാണ്. ഓക്കെ. നമ്മുടെ കണ്ണൂർ അങ്ങനെയാണ്. ആണല്ലേ? ഇഷ്ടം കൊണ്ട് കുറെ ഫ്ലെക്സ് വെക്കും. ഓക്കെ. സ്നേഹമുള്ളവരെല്ലാരും. അതെ. ഓക്കെ. അപ്പൊ ഏത് പാട്ടാണെന്നാ പറഞ്ഞേ? അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. ഡീറ്റെയിൽസ്. ഫിലിം കാട്ടുകുരങ്ങ്. ഇയർ 1996. 19. അത് എവിടെ മറിഞ്ഞു? എന്തോ ഒരു മറിഞ്ഞു. 1969. അതെ, 69 അതെ. മറിഞ്ഞു 96. അതെ, അതെ, തിരിഞ്ഞു പോയി. നേരത്തെ തലകുത്തി എന്നാണോ പഠിച്ചത്? ലിറിക്സ് ഭാസ്കരൻ മാസ്റ്റർ. ഉം. മ്യൂസിക് ദേവരാജ മാസ്റ്റർ. പാടിയത് സുശീലാമ്മ. ഇതിൽ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ നമ്മുടെ കർണാട്ടിക് ശൈലിയിലുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്സ് എവർ, നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. അത് നമ്മുടെ മധു ബാലകൃഷ്ണൻ പല വേദികളിലും പാടുമ്പോഴത്തേക്കും കണ്ടക്ട് ചെയ്യാൻ ഈ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മധു അത്രയും ഇമ്മാക്കുലേറ്റ് ആയിട്ട് അത് പാടും. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പാടാൻ. അതെ അതെ. അതെ. തൊടാൻ പറ്റൂല. മാസ്റ്ററുടെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇങ്ങനെ പാടാൻ നിൽക്കും. അപ്പൊ മാസ്റ്റർ പറയും, ആ നീ പറ എന്ന് പറയും. അപ്പൊ നമ്മളിങ്ങനെ പാടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട്, ആ ഇനി നീ പറ
ഈ പറ എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് നമ്മളൊന്നും പാടുകയല്ല, നമ്മളൊക്കെ പറയുകയാണ് എന്നാണ് മാസ്റ്റർ ഉദ്ദേശിച്ചത്. ആ പാട്ടിലേക്ക് എത്തിയിട്ടില്ല, പറഞ്ഞു 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 വേണം പാട്ടിലേക്ക് എത്താൻ. അപ്പൊ പക്ഷെ നമ്മുടെ കുഞ്ഞ് പാടുകയാണ് കേട്ടോ, അപ്പൊ ഞാൻ പറ എന്ന് പറയില്ല കേട്ടോ. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടട്ടെ കേട്ടോ. Okay, All sir. the best, മോളെ. All Thank the you. best. Thank you. അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീകോവിലിലെ ആരാധനയുടെ മണിക്കിലുക്കം. അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കളാൽ ഇവളെന്നും അർച്ചന നടത്തിയതറിഞ്ഞില്ല നീ. കൽപ്പനാജാലമെന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ. കൽപ്പനാജാലമെന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ, കണ്ടില്ല നീ. അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. കാലത്തിൻ കാലടികൾ കടന്നു നടന്നു പോകും കോലാഹലസ്വരങ്ങളറിയാതെ ഉയിരിന്റെ ശ്രീകോവിലടയ്ക്കാതെ നടക്കുന്നു ഉദയാസ്തമനമിൻ അശ്രുപൂജ. ഉയിരിന്റെ ശ്രീകോവിലടയ്ക്കാതെ നടക്കുന്നു ഉദയാസ്തമനമിൻ അശ്രുപൂജ, അശ്രുപൂജ. അറിയുന്നില്ല ഭവാനറിയുന്നില്ല അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. നൈസ് നൈസ് മോളെ, നൈസ് നൈസ്. അവസാനം എനിക്ക് തോന്നി എന്താ പറയാ, ആ രക്ഷപ്പെട്ടു. കഴിഞ്ഞു. ഓ. അയ്യോ. ഓ, ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു. അത്രയും ടെൻഷൻ ഉണ്ടോ? ഇല്ല. ശ്വാസം എന്നാൽ- കിട്ടാഞ്ഞിട്ടല്ലേ? ശ്വാസം. അതെ ഒരു ശ്വാസത്തിന് ടെസ്റ്റ് ആണല്ലേ ഈ പാട്ട്. അതെ. ആ അവസാനത്തെ നിർത്തുന്നത് ഒന്ന് പൂർണ്ണതയിലൊന്ന് നിർത്തി തരാം. അനുദിനമനുദിനമാത്മാവിൽ നടക്കുമെൻ ശ്വാസം. അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. there. എത്തി. എത്തിച്ച് അത് കുറച്ച് കഷ്ടാട്ടോ, അവിടെ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നന്ദനക്കുട്ടി, ഓ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ എന്തോ ഒരു പൂർണ്ണത വരാനുണ്ടെന്നുള്ളൊരു ഫീൽ എനിക്ക് അതിന്. ആ പൂർണ്ണത എന്ന് പറയുന്നത് അതിലൊരു ഫീലാണ്. ഫീലും പിന്നെ ചില സ്ഥലങ്ങളിലുള്ള പെർഫെക്ഷൻ പാടുന്നതിലുള്ള. കർപ്പൂര ദീപങ്ങളും കണ്ടില്ല ചരണത്തിന്റെ, അതെങ്ങനെയായിരുന്നു? കൽപ്പനാജാലമെന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കർപ്പൂര താരാര കർപ്പൂര ദീപങ്ങൾ
ചരണത്തിലെ കാലത്തിൻ കാലടികൾ കോലാഹല സ്വരങ്ങൾ അറിയാതെ ആ ലൈൻ 2 ലൈൻസ് കുറച്ച് ശ്രുതി ചേരാനുണ്ടായിരുന്നു. ശബ്ദത്തിൽ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. ഈ ശബ്ദത്തിൽ തന്നെ കുറച്ച് കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഈ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്നത്. ഇപ്പൊ ഈ സംസാരിക്കുമ്പോഴും കാറ്റുണ്ട്, പാടുമ്പോഴും കാറ്റുണ്ട്. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയാൽ കുറച്ചും കൂടി ബോൾഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്വാസം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ സർ. പ്രാക്ടീസ് ചെയ്യാറില്ല, മടിയാണോ? അല്ല, പിന്നെ ചെയ്യാറുണ്ട്. ഈ പാട്ട് പഠിച്ച കാര്യമല്ല പറഞ്ഞത്, അതല്ലാതെയുള്ള വോയിസ് പ്രാക്ടീസ്. ചെയ്യാറുണ്ട്. അതിരാവിലെ 10 മണിക്കാ? പിന്നെ 7 മണി 7 മണിയാ സമയത്ത് എന്താ ചെയ്യാറ്? കർണാട്ടിക് തന്നെ. അതെ, ഏതൊക്കെ? എന്ത് ചെയ്യും? സരളി വരിശകൾ വരിശകൾ പാടും. വരിശകൾ പാടും. ജണ്ടവരിശകൾ, മേൽസ്ഥായി, മന്ത്രസ്ഥായി ചെയ്യാറില്ല, താരസ്ഥായി ചെയ്യാറില്ല. അതൊന്ന് പാടിയ കേക്കട്ടെ. സരിഗമ പദനി ധനി സരി സനി ദപ മഗരി സരിഗമ. ഇപ്പൊ മായമാള കോളയിലല്ലേ പാടണേ, അത് ശങ്കരാഭരണത്തിൽ പാടി നോക്കിയേ. സരിഗമ സരിഗമ സനി സരി സനി ദപ മഗരി സ അങ്ങനെ എല്ലാം പാടണം. എന്നിട്ട് എല്ലാം അതുപോലെ. ഇത് മധു പാടുന്ന കേട്ടാ തോന്നുന്നു ഇപ്പൊ പാടിക്കളയാന്ന്. ഇത് എത്ര വർഷത്തെ പ്രാക്ടീസ് ആണ്. അപ്പൊ അതൊരു വഴിയാണ്, അത് മനസ്സിലാക്കിയോളൂ. നോട്ട് ദ പോയിന്റ്. അപ്പൊ ഈ രരര ലാല മാ അതൊക്കെ നമ്മൾ പാടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വോയിസിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്ദനക്കുട്ടി, എല്ലാം കറക്റ്റായിട്ട് മധുചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കാര്യമായി പറയാനില്ല. കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ, അതിലത്തെ രണ്ടാമത് പാടിയത് കറക്റ്റായിരുന്നു. അതുപോലെ ചരണത്തിലും ഉദയാസ്തമനമെൻ അശ്രുപൂജ എന്ന് പാടിയ ഭാഗം, അതും സെക്കൻഡ് റിപ്പീറ്റ് കറക്റ്റായിരുന്നു. പാളിപ്പോയത് അതെ, ആദ്യത്തേത്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ബ്രെത്തിന്റെ അതേ പ്രശ്നമാണ്. അവിടുന്ന് ഇങ്ങനെ പാടി വരുമ്പം ശ്വാസം കിട്ടാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കുള്ള റോസ് പൂ ആണോ? അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വെച്ച് കണ്ണൂർ പോയി റോസ് പൂ ഒക്കെ പറിച്ച് മുടിയിൽ വെച്ചിട്ട് വന്നതാണ്. ശരി നന്ദനക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ ശബ്ദം സുന്ദരം, യുണീക്ക് ആയിട്ടുള്ള വോയിസ് ആണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ചില വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ നന്നായിരുന്നു. അത് ആ ശബ്ദത്തിൽ വരുമ്പോഴത്തേക്ക് അത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ആ കാലത്തെ പാട്ടുകളൊക്കെ പാടുമ്പോഴും അങ്ങനെ സുശീലമ്മ പാടിയതും ഒക്കെ പാടുമ്പോഴത്തേക്കും അത്തരം ഒരു രീതി ഡിക്ഷനിൽ അത് നല്ലതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതായത് അരിമുല്ല എന്ന് നമ്മൾ പറയുന്നു, അറിയുന്നു എന്ന് പറയുന്നു. ഇതിന്റെ വ്യത്യാസം എന്താ? ഇപ്പോൾ ശ്രേയൊക്കെ പാടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ശ്രേയ പാടുന്ന അരിയുന്നു എന്നായിരിക്കും. അത് വേറൊരു അർത്ഥമല്ലേ, അരിയുന്നു എന്ന. അപ്പൊ ശരിക്കും ആ റാ കറക്റ്റായിട്ട് വരണം. ശ്രുതി അറിയുന്നില്ല ഇല്ലേ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അറിയുന്നില്ല, അത് അങ്ങനെ തന്നെ വരണം. ആ റാ അവിടെ കറക്റ്റായിട്ട് കേൾക്കണം. ഒന്നുകൂടെ പാടിയ അറിയുന്നില്ല, ഇപ്പൊ കറക്റ്റ് ആണ്. നേരത്തെ അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ കുറച്ചൊരു ആംഗ്ലിംഗ് ടുവേർഡ്സ് രാവുണ്ട്, ചാഞ്ചാട്ടം ഉണ്ട്. അതാണ് ശ്രദ്ധിക്കുന്നത്. സെക്കൻഡ് ടൈം പാടിയപ്പോ ഭവാൻ അറിയുന്നില്ല എന്ന് പാടിയില്ലേ, ആ സംഗതിയില്ലേ, അത് എല്ലാവരുടെയും ഓൺ ദ ഡോട്ട് വന്നു. അത് ഒന്നുകൂടെ പാടിക്കേ. അറിയുന്നില്ല, ഭവാൻ അറിയുന്നില്ല. ഇത് ബെറ്ററാണ്. നേരത്തെ പാടിയത് നന്നായിരുന്നു കേട്ടോ, 2 സ്ഥലത്തും കൃത്യമായിരുന്നു. ഇത് ശ്യാമ എന്ന് പറഞ്ഞൊരു രാഗത്തിലാണ്. ഈ രാഗത്തില് പാട്ടുകൾ സിനിമയിൽ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലെ വളരെ ബ്യൂട്ടിഫുൾ ഒരു രാഗമാണ്. 1-2 കൃതികളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് ഓർമ്മ വരുന്നത് അന്നപൂർണേ വിശാലാക്ഷി അഖില ഭുവന സാക്ഷി. PS രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഭജനം അവസാന വചനം സകല ദുഃഖത്തിനും ചോറ്റാനിക്കരയിലെ ഭജനം അവസാന വചനം ഭജനം അവസാന വചനം സകല ദുഃഖ
സകലത്തിനും ചോറ്റാനിക്കയിലെ ഭജനം അവസാന വചനം ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ അഴിനിലയില്ല ജീവിതമെല്ലാം അഴിനിലയില്ല ജീവിതമെല്ലാം ആറടി മണ്ണിൽ നീറിയൊടുങ്ങും ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ. അതൊക്കെയാണ് ശ്യാമയുടെ കഥകൾ. ഇങ്ങനെയുണ്ട് ശ്യാമ? സുന്ദരിയാണ്, ഭയങ്കര സുന്ദരിയാണ്. റോസാപ്പൂ വെച്ചിട്ടുണ്ട്, റോസാപ്പൂ ഉണ്ട്. അതെ. മാർക്കിലേക്ക് പോവാല്ലേ? അപ്പൊ നമ്മുടെ കുഞ്ഞിന് എത്ര കിട്ടുമായിരിക്കും? 96. Yes, it is going to be 96 on 100 today. Yes. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പാട്ടിന് നമ്മൾ ഇവിടുന്ന് ഒത്തിരി ഒത്തിരി മേലോട്ട് പോകണം. ഓക്കെ ഓക്കെ, ബൈ. ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു കിടിലൻ പെർഫോമൻസ് റൗണ്ട് ആണ് ഇനി വന്നിരിക്കുന്നത്. അനുഷ്ക കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. നമുക്ക് കേൾക്കാം അല്ലേ? Yes. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. Hi, Miss Anushka. Hi. I think you are from United States of From the America. US. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതോ അത് ഏത് പാട്ടാ പാടുന്നത് ചോദിച്ചോക്കെ. ഏത് പാട്ടാ? Yeah, Oh, yeah, yeah. ഓക്കെ, ഞാൻ വിസ്താരയിൽ ഒരു ഫോട്ടോ കാണിക്കട്ടെ. ഓക്കെ, ഇതിന്റെ ഉപയോഗം എന്താണ് ജഡ്ജസ്? ഇത് ആർക്കുള്ള പാരയാന്ന് പറഞ്ഞാ എനിക്കിത് മനസ്സിലാവുന്നില്ല. മധുവങ്കൾ പറയൂ, ഇതെന്തിനുള്ള സാധനമാണ്? ഡ്രമ്മിൽ എം ജെ അങ്കിൾ, എനി ഐഡിയ? നോ No idea. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, എങ്കിലും ഇതെന്താ? അയ്യോ, ഇതെന്താ? ഇതാണ് വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്യുന്നത്. അത് ഈ ടാങ്കിലെ വെള്ളത്തിൽ പോരാ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഞാൻ ചെറുപ്പത്തിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഞാൻ പല്ല് പറിക്കാൻ പോയി. അപ്പോ വേദന മാറ്റാൻ വേണ്ടിട്ട് ചില ഡോക്ടേഴ്സ് പറയില്ലേ, നമ്മളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട്. ശരി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പാട്ട് പാടും എന്ന് പറഞ്ഞു. ഡോക്ടർ പേര് ഹസൻ എന്നാണ്. അപ്പൊ പാട്ട് പാടും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു സാധകം ചെയ്തിരുന്നത് തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പുഴയില് കഴുത്ത് വരെ മുങ്ങിട്ട ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണത്. അപ്പൊ പിന്നെ അച്ഛനമ്മ ആ ഒരു ഐഡിയ വെച്ചിട്ട് കുറെ നാളായി പറയണ ഒരു ഡ്രം മേടിക്കണം. ഡ്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആ ആ ഡ്രമ്മിൽ കിടന്നോണ്ട് കാര്യമില്ല. കാരണം ഡ്രമ്മിൽ നമ്മൾ കിടന്ന് സാധകം ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലാവും ആ വെള്ളം. പിന്നീട് കുറച്ചേരം അത് നമുക്കൊരു പുതിയ പേര് കൊടുക്കാം, ഡ്രം റിയാസ്. റിയാസ് എന്ന് പറഞ്ഞ സാധകം. സാധകം. ഈ കരച്ച് റിയാസ് എന്നൊക്കെ കേട്ട് പല റിയാസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഡ്രം റിയാസ് ആദ്യമായിട്ടാണ്. എനിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ടാണ് ഡ്രം മേടിച്ചേ. ശരിക്കും മത്സ്യേട്ടനെ പോലെ നീർക്കോലി വരുന്ന കുളത്തിൽ മുങ്ങി വേണം. ഒന്നരക്ക് കുളം, പുഴ, അവിടെയൊക്കെയാണ് സാധകം ചെയ്യേണ്ടത്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ മധുവ, അതെന്തിനാ നമ്മളെടുത്ത് വെള്ളത്തിൽ കിടന്ന് ചെയ്യാൻ പറയണേ? അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ശബ്ദം വളരെ റഫായിട്ടിരിക്കില്ലേ, പറന്നിങ്ങനെ റഫായിട്ടിരിക്കില്ലേ, ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാനാണ് ഈ സാധകം ചെയ്യണത് രാവിലെ തന്നെ. അപ്പൊ ജലത്തിൽ സാധകം ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ജലം തണുത്തതായിരിക്കുമല്ലോ, ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കണം. ഇതൊരു ഡ്രമ്മിലല്ല,
ഡ്രമ്മിൽ നമ്മളിപ്പോൾ ഈ അനുഷ് ഇപ്പം കണ്ട വീഡിയോയിൽ കണ്ട പോലെ സാധകം ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആവും, ആ വെള്ളം ചൂടാവും, നമ്മുടെ ബോഡിയുടെ പോലെ തന്നെ അതേ സെയിം ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു കുളമോ അങ്ങനെ വലിയ ഒരു വിസ്താരമുള്ള സ്ഥലത്ത് അങ്ങനെ സാധകം ചെയ്താലാണ് നമുക്ക് ഗുണം ചെയ്യണത്, ആ തണുത്ത വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയെ നമ്മൾ കുറച്ചും കൂടി കഠിനമായ അവസ്ഥയെ നമ്മൾ തരണം ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും, നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പാടാൻ സാധിക്കും. എനിക്ക് മനസ്സിലായ ഓക്കെ, എനിക്ക് മനസ്സിലായി. എന്തൊരു സയൻസ് ആണല്ലേ. അതെ, വിയോജിപ്പുണ്ടോ? വിയോജിപ്പില്ല, മതങ്ങൾ ചെയ്യുന്നതല്ലേ, അപ്പൊ പിന്നെ സക്സസ്ഫുൾ ആയല്ലോ. നമ്മളറിയാതെ തന്നെ നമുക്ക് വെബ്രാറ്റവും ക്രസന്റോവും ഡി ക്രസന്റോ എല്ലാം വന്നു ചേരും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്? വീട്ടില് അല്ലല്ലോ, പുഴയിലായിരിക്കും. അപ്പൊ മ്യൂസീഷ്യൻസ് പറയുമ്പോഴത്തേക്ക് അവര് പ്രാക്ടീസ് ചെയ്യുന്ന അവിടെയാണ്. അത്രേ ഉള്ളു സംഭവം. ഡ്രമ്മിലല്ല, കൂടുതലൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. പിന്നെ ഞാൻ പാടാൻ പോണ പാട്ടിലെ സിനിമ ദേവരാഗം, അത് ഞാൻ സിനിമ കണ്ടപ്പോ അതില് കണ്ടു സാധകം ചെയ്യണത് പുഴയിലിറങ്ങി നിന്നിട്ട്. അയ്യോ, ഇതിലും വലിയൊരു സാധക യോധ എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. അപ്പം പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. പറഞ്ഞോളൂ. മ്യൂസിക് കീരവാണി സർ, ലിറിക്സ് രാജേന്ദ്രൻ സർ, പിന്നെ പാടിയത് MD രാജേന്ദ്രൻ സാർ, പാടിയത് ചിത്രാമയും ഉണ്ണികൃഷ്ണൻ സാറും, സിനിമ ദേവരാഗം, ഇയർ 1996. വെരി ഗുഡ്. ഡയറക്ടർ ഭരതൻ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഗോപികളറിയാതെ വെണ്ണകവർന്നു നീ പാരിടമൊന്ന
വെരി നൈസ് വെരി നൈസ്. താങ്ക് യു. ഗുഡ് ഗുഡ് ഗുഡ്. എനിക്ക് ഇവിടെ അനുഷ്കാണെന്ന് തോന്നിയില്ല. കണ്ണന്റെ പ്രിയ സഖി രാധ, ആ വൃന്ദാവനവും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് പാടി നടക്കുന്ന ഒരു രാധയുണ്ടല്ലോ, അതുപോലെ തോന്നി കേട്ടോ. പക്ഷെ കണ്ണനെ കിട്ടില്ല. കണ്ണൻ വരും. ഇങ്ങനെയൊക്കെ പാടി കഴിഞ്ഞാൽ കണ്ണൻ എവിടെയാണെങ്കിലും വന്നിരിക്കും. അത് ചിലപ്പോൾ മാർക്കായിട്ടായിരിക്കും വരുന്നത്. കണ്ണൻ എവിടെ നിന്നൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ തരുന്നു എന്നുള്ളത് കണ്ണന് പോലെ അറിഞ്ഞൂടാ. അത്രയും സ്നേഹമുള്ള ആളാണ് ആ കണ്ണൻ. അതാണ് സംഗീതമായിട്ട് മോളുടെ അകത്ത് വരുന്നത്. അതും കണ്ണനാണ്. അത് ധാരാളം ഉണ്ട് കേട്ടോ ആ ടാലന്റ്. താങ്ക് യു സർ. അത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഇടങ്ങൾ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഓരോ ഫ്രേസിന്റെയും അവസാനം നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു സംഗതി ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അവിടെ സസ്റ്റെയിൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ശരിക്കും പെർഫെക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അത് അമച്വറിഷ് ആയിട്ട് വരും. കഥകൾ അറിയാം എന്ന് വരുന്നില്ലേ, അത് പാടിക്കേ. മൃദുല ഹൃദയ കഥകളറിയാ. അത് അതിനുമുമ്പ് യയ വരുന്നോണ്ട് എനിക്ക് യയ എടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് ജമ്പ് ചെയ്തു പോകും. അപ്പൊ ഈ സംഗതി അവിടെ ക്ലാരിറ്റി വരാതെ നല്ല ക്ലാരിറ്റിയിൽ നിന്ന് പാടിയേ. കഥകളറിയാ. അതങ്ങനെ ഓരോന്നും അങ്ങനെ ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്ത് പുതിയൊരു സാധനത്തിലേക്ക് വരണം, അല്ലെങ്കിൽ മറ്റേ ഫിനിഷ് കിട്ടൂല. അപ്പൊ എന്തോ അവിടെ ഒരു അമച്വറിഷ്നസ് ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ അനുപല്ലവി വരുമ്പോ ആദ്യത്തെ 2 ലൈൻ എന്ന് പറയുന്നത് മെലഡി അല്ലേ. ശ്രീനന്ദന കണ്ണനെ വിളിക്കുന്നു, അത് പാടിക്കേ. ശ്രീനന്ദന ഇവിടെ മെലഡി ആയി. ഇനിയാണ് തന്നത്താരി താരി തേരി തേരി രാരാ, തന്നത്താരി താരി തേരി തേരി രാരാ. അത് റിതമിക്കായിട്ട് പാടണം. അത് ബേസിലായതുകൊണ്ട് മോളുടെ കുറച്ചും കൂടെ മൈക്ക് അടുപ്പിക്കണം. അവിടെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് വളരെ പെർട്ടിനന്റ് ആണ്. നമ്മൾ അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആ പാട്ട് ഫീൽ ചെയ്യില്ല. അത് കൊണ്ടുവന്നാൽ പാട്ട് നമ്മൾ അറിയാതെ തന്നെ അത് ഫീൽ ചെയ്യും, ഫീൽ ചെയ്യിപ്പിക്കും. അപ്പഴത്തേക്ക് എന്ത് കിട്ടും? കൈയടി കിട്ടും. അതാണ്. അപ്പൊ അനുഷ്കിന് എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിൽ ഒരു ഓർഡറിൽ അടുക്കി വെക്കുക. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക. ചില ബ്ലോക്സ് ഒക്കെ വേറെ ബ്ലോക്സിന്റെ ഉള്ളിൽ ഇടുക, വെറുതെ മാറ്റി വെക്കുക. അപ്പോ എന്താവും? നന്നായി പാടാം. നമ്മുടെ സ്ഫുടം ചെയ്ത പോലെ ആയോ? ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു സർ. അനുഷ്ക കുട്ടി എന്ത് ഈ വേഷം കലക്കിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അസലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ട് എനിക്കും പല ഭാഗങ്ങളും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. വോയിസ് വളരെ നല്ല വോയിസ് ആണ്. ജലസാധകം ചെയ്യുന്നതിന്റെ ഗുണമൊക്കെ കാണുന്നുണ്ട്. തേർഡ് ബീച്ചിലെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് പല്ലവി തന്നെ യാദവാ എനിക്കറിയാം യദുവിന്റെ നോട്ട് അവിടെ കുറച്ച് ഫ്ലാറ്റായി. പിന്നെ അതുകൂടാതെ മായയിൽ മയങ്ങി, പിന്നെ കഥകളറിയാം, സ്വയംവര മധുമയ മൃദുല ഹൃദയ, അവിടെ ആ ഫസ്റ്റ് പല്ലവിയിലുണ്ടായ പ്രോബ്ലം അവിടെയും സംഭവിച്ചു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പല ഭാഗങ്ങളും ബാക്കിയുള്ള പല ഭാഗങ്ങളും സൂപ്പറായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞത്, എന്തൊക്കെയാണ് ഞാൻ മാറ്റിയെടുക്കേണ്ടത്, അതൊക്കെ ഈ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അനുഷ്ക കുട്ടി, എന്തോ എനിക്ക് ആ ഒരു വട്ടം പലരും അടിപൊളിയായി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഇപ്പം അനുഷ്ക കുട്ടി ചെയ്യുമ്പോഴാണ് വട്ടം ആക്ച്വലി യൂസ് ചെയ്ത പോലെ തോന്നിയത്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ടിന്റെ കാര്യമൊക്കെ ഞാൻ വിട്ടു കേട്ടോ. ഞാൻ ആ കോസ്റ്റ്യൂമും അനുഷ്കയുടെ ആ സ്റ്റേജ് പ്രസൻസും ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ആ നിൽപ്പും ആ ചിരിയോടെയുള്ള നിൽപ്പും അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ഡാൻസിന്റെ സ്റ്റെപ്സ്, ആ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പാട്ടിന്റെ സാധനമൊക്കെ വിട്ടു. അത് മച്ചാട്ടും MJ സാറും പറഞ്ഞോളൂ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. മധു, എനിക്ക് പെട്ടെന്ന് ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട്, ദാസാറിന്റെ. ഏതാ? രാധതൻ പ്രേമത്താ കൃഷ്ണ ഗീതത്തോടെ. യെസ് യെസ് യെസ്.
ചിട്ടാങ് ചും ചിട്ടാങ് ചിട്ടാങ് ടാങ് ടാങ് ചിട്ടാങ് ടിട്ടാങ്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ടിട്ടം ടിട്ടം ടാ. അനുഷ്ക ഷെട്ടി അല്ല, അനുഷ്ക സരീഷ്. അറിയാലോ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, നല്ലത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാലോ അല്ലേ? അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇന്നത്തെ മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ഓക്കെ അനുഷ്ക കുട്ടി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത തവണ നമുക്ക് ഇതിലും കലക്കണം. ഓക്കെ, ബൈ. താങ്ക് യു. എന്റെ കണ്ണിൽ മഴത്തുള്ളികളായി വിടർന്നു. ഇനി നമ്മുടെ ആര്യ ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു റൗണ്ട് വന്നിരിക്കുകയാണ്, പെർഫോമൻസ് റൗണ്ട്. എല്ലാരും ഭയങ്കര വിളിക്കൂ. എനർജറ്റിക് ആവാൻ വേണ്ടി പെർഫോമൻസ് റൗണ്ട് വന്നിരിക്കുകയാണ്. സുഭദ്ര കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സുഭദ്ര ഓൺ സ്റ്റേജ്. ആഹാ, സുന്ദരി, എന്തോ? ഭയങ്കര ഐശ്വര്യം. താങ്ക് യു. മുല്ലപ്പൂക്കെ വെച്ച് ചന്ദനൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ട്. താങ്ക് അതെ, യു. ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടി ഭസ്മ ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താണ്? പാട്ടിന് ആ അത്രക്ക് ചേരൂലെങ്കിലും ആ അത്യാവശ്യം ഇത് ഇതാണ് ശരി, correct. നല്ലത്. കുഞ്ഞാറ്റയ്ക്ക് എന്തായാലും ചേരുന്ന നന്നായിട്ട് വേഷമാണ്. ചേരുന്നുണ്ട്. അതെ. അതെ. പാട്ടിന് ചേരുമെന്നുള്ള ഏത് പാട്ടാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റും. ആറുമുഖൻ. ആ, ആ ആ, വെറുതെ അല്ല. വേഗം പാടിക്കോ, ഒന്നും പറയണ്ട. അതെ. നമ്മുടെ റിമി ടോമിയുടെ അതെ. റിമു മോൾ റിമിമോളുടെ പാട്ടാ. എന്തുണ്ട് വിശേഷം? മൊത്തത്തിൽ എല്ലാരും എന്ത് പറയുന്നു? ഇവിടെ നിന്ന് ഒരാഴ്ച ബ്രേക്ക് ആ, കിട്ടിയിട്ടുണ്ട്. വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ്. നാട്ടിൽ പോയി. ആ. നാട്ടിൽ പോയി. പോയപ്പോ ആരെയൊക്കെ കണ്ടു? അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? സ്കൂളില് കൂട്ടുകാരെ കണ്ടു. കൂട്ടുകാരെ നന്നായിട്ട് പാടിന്ന് പറഞ്ഞു. ടീച്ചർമാര് Teachers. ടീച്ചർമാരെ കണ്ടു. പിന്നെ വിഷമമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? അച്ഛന് ട്രാൻസ്ഫർ ആയി, മാവേലിക്കരക്കാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോണോ? അയ്യോ. ആ, ഇപ്പൊ അങ്ങോട്ട് പോണം. കുഞ്ഞാറ്റയും പോവോ? ഇല്ല, ഞാൻ പോവില്ല. ആ, പോവരുത്. അവിടെ പാടണ്ടേ? അച്ഛനുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. ആണല്ലേ? ഒരു വിഷമാണ്. പിന്നെ മാവേലിക്കര കുറച്ച് ദൂരം ആയതുകൊണ്ട് ആഹാ, അച്ഛനെ എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അതൊക്കെയാണ് വിശേഷങ്ങള്. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ സങ്കടമായിട്ട് കാണണ്ട. നമ്മൾ അത്തരം കാര്യങ്ങളെ നമ്മൾ അതുമായിട്ട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. 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 അപ്പൊ സങ്കടമില്ല കേട്ടോ. ആ. കുഞ്ഞാറ്റയ്ക്ക് സങ്കടമില്ല. കുഞ്ഞാറ്റയ്ക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സങ്കടം. അതെ. അതെ. അത് പറ്റത്തില്ല. താങ്ക് യു. നോ സങ്കടം. ഡീറ്റെയിൽസ്. ഫിലിം മുല്ല. ഉം. വർഷം 2008. ഉം. ലിറിക്സ് വയലാർ ശരത്ചന്ദ്രൻ സാറ്. ഉം. മ്യൂസിക് വിദ്യാസാഗർ സാറ്. ഉം. പാടിയത് റിമി ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. All the Thank best. you. ഹര ഹരോ ഹര ഹര. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയൊന്നാട്, മുരുകന്റെ പുകൾ പാട്, ഉള്ളിലാളും ദുഃഖം മൂട്, വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം
വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ താങ്ക് യു കോറസ് വെരി നൈസ്. താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സർ താങ്ക് യു ഏയ് കലകി. താങ്ക് യു സർ. ആറുമുഖൻ സ്വാമിയുടെ എല്ലാ അരുളും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളാരാണ്? ഞാൻ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. ഈ സ്പീഡുകളൊക്കെ മാറുന്നത് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. പിന്നെ ആ തേട് എന്ന് പാടിയില്ലേ, അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭയങ്കര ടെക്സ്ചർ ഉണ്ട്. Folkish സാധനം അല്ലേ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇടിച്ച് ഇങ്ങോട്ട് കയറി അതെ അതെ. ഇടിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പാടുന്നത്? പഞ്ചാമൃതം തേട് ആ, ഒന്നുകൂടെ തേട് പാടിത്തരുമോ? ആ, അത് തന്നെ. അതെ. അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇല്ല, ഇല്ല, ഇല്ല. അതിന്റെ ഒരു, ആ. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. അതെ. തേടാ. ഏകദേശം എന്റെ എക്സാജറേഷൻ ആയി ഞാൻ തേടാ. അത് പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. ട്രൈ നോക്കൂ. വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. കിട്ടുന്നുണ്ടോ? ആ കിട്ടി. മധു, കിട്ടിയോ? പഞ്ചാമൃതം തേട്. പക്ഷെ കുഞ്ഞാറ്റയുടെ അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ. പക്ഷെ കുഞ്ഞാറ്റയുടെ തേട് നമുക്കൊന്നും പറ്റുന്നില്ല. അതെങ്ങനെയാ ഒന്നുകൂടി കേക്കട്ടെ. വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. ഇനി പഠിക്കേണ്ടത് അതിന്റെ അതിൽ തന്നെ ഒരു മോഡുലേഷനാ. അതെ അതെ. അത് ആർക്കും പഠിക്കാൻ പറ്റൂല, പഠിപ്പിച്ചു കൊടുക്കാനും പറ്റൂല. അത് നമുക്ക് സ്വയം വരേണ്ടതാണ്. അങ്ങനെ സ്വയം വന്നിരിക്കുന്ന ഒരാളാണ് ആര്? കുഞ്ഞാറ്റ. വീണ്ടും. ഈ വരികൾ മാറിപ്പോയിട്ടും വരികൾ ഒന്നും മാറിപ്പോയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് ആരാ? അതും കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. പക്ഷെ അത് അടിപൊളിയാട്ടോ. അത് അടിപൊളിയാണ്. താങ്ക് യു. അത് അടിപൊളിയാണെന്ന് പറഞ്ഞില്ലേ? അത് അങ്കിളും പറയുന്നു ആ അടിപൊളിയാണ്. യെസ്. അത് ആർക്കും മനസ്സിലാവാൻ പാടില്ല. ചേട്ടന് ഒരു സംശയം മാറിപ്പോയോ എന്നാണ് ചോദിച്ചത് അല്ലേ? അതെ. അരി മാറിപ്പോയപ്പോ ഞാൻ ഇടക്ക് അച്ഛനിട്ട് നോക്കി. ആ. മനസ്സിലായില്ല. അച്ഛനിട്ട് നോക്കിയത് അച്ഛനാണോ ഇതിന് കാരണക്കാരെന്നുള്ളത് ഇല്ല. പിന്നെ അച്ഛന് ഞാൻ തെറ്റിയത് വിചാരിച്ച് മനസ്സിലാവും. അച്ഛൻ ഇങ്ങനെ നോക്കണ്ടാന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അച്ഛൻ ചിരിച്ചോണ്ടിരിക്കും. അച്ഛന് മനസ്സിലായില്ല. മധു ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ടൈം. യെസ് യെസ്. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. അതിന്റെ തനതായ രീതിയിൽ ഒരു പക്ഷേ ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിൽ പാടി. യെസ്. താങ്ക് യു സർ. ആ ഒരു വരി മാറിപ്പോയതെന്നല്ലാതെ വേറൊന്നും എനിക്കൊന്നും തോന്നിയില്ല. വളരെ നല്ല പെർഫെക്ഷനോട് കൂടി പാടി. താങ്ക് യു. സുഭദ്രക്കുട്ടിക്ക് പറ്റിയ ജോണറാണ് ഫോക്ക്. ഫോക്ക് സാധനങ്ങൾ സുഭദ്രക്കുട്ടി കഴിഞ്ഞിട്ടേ ഇവിടെ ആരുള്ളൂ. താങ്ക് യു. അത്ര അടിപൊളിയാണ്. താങ്ക് യു. അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പം പാടുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ഇത് അടിപൊളിയായിട്ട് കലക്കാൻ പാടിക്കൊണ്ടിരിക്കും. പോവാണ്. കലക്കില്ലേ? മീനുട്ടിക്ക് തോന്നും, എല്ലാവർക്കും അറിയാം ഇത് കലക്കാൻ പോവാന്ന് തോന്നും. പക്ഷെ എനിക്കൊരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഈ ഫോക്ക് സാധനത്തു നിന്നൊന്ന് മാറ്റി വേറെ കുറച്ച് യെസ്. നമുക്കത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് എല്ലാ ടൈപ്പ് സോങ്സും നമുക്ക് പാടാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പഴേ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത് തന്നെ ഈ പാടിക്കൊണ്ടിരിക്കും. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ബെഡ്, നമ്മുടെ റൂം, നമ്മുടെ സൗകര്യങ്ങൾ, അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് ചാടണം. പുറത്ത് ചാടണം. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. വെരി ബിഗ് പോയിന്റ്. താങ്ക് യു. ഇപ്പൊ രണ്ട് ലൈൻ നാടൻ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ഓക്കെ, റെഡി, എല്ലാത്തിനും റെഡി. എല്ലാം റെഡി ആവള്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ
കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ. കിട്ടില്ലേ? നീ ഒരു സംഭവമാണ് കുഞ്ഞാറ്റെ. ഈ എനർജി ഒക്കെ എവിടെ നിന്ന് വരണത്? അതൊക്കെ നമുക്ക് സ്വതസിദ്ധമായി കിട്ടിയിട്ടുള്ള സ്വതസിദ്ധമായി കിട്ടിയതാണ്. കുറച്ച് സാധനങ്ങളാണ്. തന്നാലെ അങ്ങ് വരും അല്ലേ? അതെ. കുഞ്ഞാറ്റെ, എന്തോ കുഞ്ഞാറ്റയുടെ മാർക്ക് പോരട്ടെ. 100 കിട്ടൂലെന്നറിയാ. വരി തെറ്റി. കൃത്യമായ ഒരു അത് ധാരണ. എത്ര ആയിരിക്കും? എനിക്ക് പാടിയെല്ലാം ടെൻഷൻ ആവുന്ന കുട്ടിക്ക് വേഗം മാർക്ക് പറ, വീട്ടിൽ പോട്ടെ. ഓക്കെ, കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് 99.25. കൂടി വരികയാണെങ്കിൽ കൂടുന്നുണ്ട്. അതെ 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 പേടിക്കണം, നമ്മളെവിടെ സ്റ്റോപ്പ് ആയി പോയിട്ടില്ല. ഞാൻ എന്തായാലും പിടിക്കും. പിടിക്കണം പിടിക്കണം. സെറ്റ്. അതെ. പവറേജ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പക്ഷെ ഇന്ന് കുഞ്ഞാറ്റ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കുഞ്ഞാറ്റയാണ്. അപ്പൊ മധു അങ്കിളുടെ വെൽക്കം ചെയ്യുന്നു കുഞ്ഞാറ്റ കുട്ടിക്കുള്ള ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ബില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഇനി വില്ലി വൈറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക ദിവസവും. ഓക്കെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ പരസ്യം കണ്ടിട്ട് ആണോ? അപ്പത്തേക്കും കിട്ടി. കണ്ടപ്പോഴത്തേക്കും കിട്ടിയില്ലേ? ഓക്കെ, Thank you. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, ടാറ്റാ. ടാറ്റാ. See you. ബൈ. Bye. പ്രേക്ഷകർക്ക് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണും, എല്ലാ പാട്ടുകളും നല്ലപോലെ എൻജോയ് ചെയ്ത് കാണും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും മത്സരത്തിന്റെ ഒരു ചൂടും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.